ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്ക മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്മേ, വാതില് തുറന്നേ. പോയേ 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 പോ. നോക്ക്, മുത്തശ്ശിയുടെ ആഗ്രഹം. മുത്തശ്ശിയുടെ ആഗ്രഹം അല്ലേ? മുത്തശ്ശിയുടെ ആഗ്രഹം അല്ലേ? അടിക്കില്ലേ, അടിക്കില്ലേ. പൊടി പൊടി. മുത്തശ്ശിയുടെ ആഗ്രഹം സാധിക്കാനേ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ കുന്തം മിണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ ആ കൊച്ചു കാണുന്നുണ്ട്, കണ്ണു തുറന്നു നടക്കുക. ദേവേട്ട, എന്താ കൊറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല യശോദേ. പ്രേമോളിപ്പോഴും അമ്മയുടെ മുറി തന്നെയാണോ? ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മുൻപൊക്കെ മുറിയിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേൾക്കാത്ത കുട്ടിയായിരുന്നു. ഇതിപ്പോ മരണത്തെ തോൽപ്പിച്ച് അവൾ തിരിച്ചു വന്നു. അത് നമ്മളെ തോൽപ്പിക്കാനാണോ? കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുമ്പോഴൊക്കെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതം ഓരോ നിമിഷം വെച്ച് എണ്ണി എണ്ണി നോക്കും. എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോന്ന്, ഏതെങ്കിലും സാധുക്കളെ അറിയാതെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോന്ന്, ഒരു മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടോന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. കണക്ക് കൂട്ടലുകൾ ഒരിടത്തും എത്തുന്നില്ല. എന്നാ ശിക്ഷയ്ക്ക് ഒരു കുറവുമില്ല. നല്ല ആളാ. വിധിയുടെ കാര്യം പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ ആയാലോ? പ്രിയങ്കമ്മളുടെ ചികിത്സ നമുക്ക് തുടരാം. അവളെ നല്ല രീതിയിൽ ദൈവം നമുക്ക് തിരിച്ചു തരും. പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. താനൊരു കാര്യം ചെയ്യാ, മോളെ ചെന്ന് കഴിക്കാൻ വിളിക്കുക. ഒന്നിച്ചിരുന്ന് കഴിക്കാം നമുക്ക്. എല്ലാരും കൂടി കൂടിയിരിക്കുമ്പോ പതുക്കെ പതുക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടായാലോ. ഞാൻ വിളിക്കാം. ദേവേട്ടൻ അങ്ങോട്ട് വന്നോളൂ. അമ്മേ, പ്രിയങ്ക മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്മേ, വാതില് തുറന്നേ. പ്രിയങ്ക മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്മേ, വാതിലൊന്ന് തുറന്നേ. അമ്മേ, എന്താ? മൂക്ക് വിശക്കുന്നുണ്ടാവില്ലേ അമ്മേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ദേവേട്ടൻ പറഞ്ഞു. മോളെ, മോളെ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട.
മോളെ അമ്മയല്ലേ വിളിക്കുന്നു? ഞാൻ വരില്ല. ആരാ മുത്തശ്ശി ഇത്? മോളുടെ അമ്മയാ. മോളെ നീറ്റ് വാ വാ. എന്നെ തൊടല്ലേ, എനിക്ക് പേടിയാ. എന്താ ചോദേ? മോക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയുന്നു ദേവേട്ട. മോളെ, അച്ഛനും അമ്മയും മുത്തശ്ശിയും മോളും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായില്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. മോളെ ഇടയ്ക്കിടയ്ക്ക് കൊതിയോടെ പറയാറില്ലേ അച്ഛൻ വാരി തന്നാലേ കഴിക്കൂന്നൊക്കെ? ഇന്ന് അച്ഛൻ വാരി തരാമോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മുത്തശ്ശി ഇവരോട് പോവാൻ പറ. അമ്മേ, അമ്മ പറയൂ. അല്ലാതെ പട്ടിണി ഇരിക്കാന്നൊക്കെ വെച്ചാല് ഞാൻ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഇത് കാണുന്നത്. ഇത്രയും കാലം അവൾ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ചില ദിവസം എന്തെങ്കിലും കുടിച്ചെങ്കിലായി. എത്ര ദിവസം പട്ടിണി കിടന്നു കാണും? ഞാനൊന്നും പറയുന്നില്ല. സന്തോഷത്തോടെ ഓടിച്ചാടിയിരുന്ന മോളെ ഇങ്ങനെയാക്കി തീർത്തില്ലേ എല്ലാരും കൂടെ? ദേവേട്ട എന്താ ചെയ്യണ്ടേ? മോളെ, അച്ഛനല്ലേ വിളിക്കുന്നത്? വാ. പോ, എനിക്ക് കാണണ്ട. മുത്തശ്ശി പോവാൻ പറ. നിങ്ങൾ പൊയ്ക്കോ, അവളെ നിർബന്ധിക്കണ്ട. പൊയ്ക്കോ. എന്നാ അമ്മയ്ക്ക് ഭക്ഷണം എടുക്കട്ടെ? എന്റെ മോക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പൊയ്ക്കോളൂ. വാതിലടച്ചിട്ട് വരാം. മുത്തശ്ശി നിർത്ത്. മുത്തശ്ശി, മുത്തശ്ശിയുടെ അഭിനയം കണ്ടിട്ടേ എനിക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട്. നീ എന്താ മോശമാണോ? നീറട്ടടി, നീറി നീറി ഇല്ലണ്ടാവും രണ്ടും.